ഇനി വരുന്ന PSCയുടെ +2 ലെവൽ മെയിൻ എക്സാമിനേഷൻസ്, VFA, പോലീസ് ഫോഴ്സിലേക്കുള്ള എക്സാമിനേഷൻ, അതുപോലെ ബെവ്കോ, LDC എല്ലാം വരുന്നുണ്ട്. 10ൽ 10 മാർക്കാണ് ഇംഗ്ലീഷിൽ നമുക്ക് നേടാൻ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിനുള്ള പരിശീലനത്തിൻ്റെ ഭാഗമായാണ് ഈ ക്ലാസ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിനെ കുറിച്ച് പഠിച്ചിരുന്നു. അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് ഈ ക്ലാസ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയും. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് പഠിച്ചിരിക്കണം. വളരെ അത്യാവശ്യമായ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. ടെൻസ് എല്ലാം തന്നെ പ്രധാനപ്പെട്ടതാണ്. ആ ടെൻസിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്. ഞാൻ ഈ ക്ലാസ് ദീർഘിപ്പിക്കുന്നില്ല. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ബേസിക്കായ ഗ്രാമർ റൂളിലേക്ക് നമുക്ക് കിടക്കാം. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ തുടർന്നു കൊണ്ടിരിക്കുന്നത്. എപ്പോൾ തുടർന്നു കൊണ്ടിരിക്കുന്നത്? പ്രസൻറ്റിൽ, ഇപ്പോൾ തുടർന്നു കൊണ്ടിരിക്കുന്ന, സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏത് കാര്യം പറയുന്നതിനും ഇംഗ്ലീഷിലെ ഈ ടെൻസിൻ്റെ ഫോം, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഫോം മാത്രം നമ്മൾ ഉപയോഗിച്ചാൽ മതി. അതിനു മുമ്പ്, ഇത് വിശദീകരിക്കുന്നതിന് മുൻപ് പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുള്ളത്, എല്ലാ കണ്ടിന്യൂസ് ടെൻസിലും പ്രസൻറ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, കൂടാതെ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഇത്തരത്തിൽ എല്ലാ കണ്ടിന്യൂസ് ടെൻസിലും നമ്മൾ ഉപയോഗിക്കുന്നത് വെർബിൻ്റെ ING ഫോം ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, വെർബിൻ്റെ ING ഫോമാണ് ഇവിടെ എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. വെർബിൻ്റെ ING ഫോം കണ്ടില്ലേ? പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്, എല്ലാ കണ്ടിന്യൂസ് ടെൻസിലും വെർബിൻ്റെ ING ഫോമാണ് ഉപയോഗിക്കുക എന്ന് പ്രാഥമികമായി നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കണം. അടുത്തതായി പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, ഹി, ഷീ, ദേ, ഐ എന്നിവയെല്ലാം സബ്ജക്റ്റാണ് എന്ന് നമുക്കറിയാം. വെർബിൻ്റെ ING ഫോം ഉപയോഗിച്ചിരിക്കുന്നു. ദെൻ ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ്, കർമ്മമാണെന്നും നമുക്കറിയാം. ഹി സബ്ജക്റ്റ്, അതിനുശേഷം വെർബിൻ്റെ ING ഫോം ഉപയോഗിച്ചിരിക്കുന്നു, അതിനുശേഷം ഒബ്ജക്റ്റ് ഉപയോഗിച്ചിരിക്കുന്നു. എല്ലാ ടെൻസിലും നമ്മൾ ശ്രദ്ധിക്കുന്ന പോലെ പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ശ്രദ്ധിക്കണം. സബ്ജക്റ്റ് നോക്കുക. ഹി, ഷീ, ദേ, ഐ ഇവയെല്ലാമാണ് ഇവിടെയുള്ള സബ്ജക്റ്റ്. ഹി എന്നത് സിംഗുലറാണ്. സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് ഈസ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നു. അതിനുശേഷം വെർബിൻ്റെ ING ഫോം. ഷീ എന്നതും സിംഗുലറാണ്. അതുകൊണ്ട് ഈസ് എന്ന ഓക്സിലറി വെർബ് ഉപയോഗിച്ചിരിക്കുന്നു, ING ഫോം. ഓക്സിലറി വെർബ് എന്ന് പറഞ്ഞാൽ സഹായക ക്രിയ എന്ന് പറയും. ഇവിടെ ഹി പ്ലേയിങ് എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് അർത്ഥം ഒന്നും നമുക്ക് ലഭിക്കാനില്ല. എന്നാൽ ഹി ഈസ് പ്ലേയിങ് എന്ന് പറയുമ്പോഴാണ് അത് അർത്ഥവത്തായ ഒരു സെൻറ്റൻസായി മാറുന്നത്. ഷീ സിംഗുലർ ആയതുകൊണ്ട് തന്നെ ഈസ് പ്ലസ് ING ഉപയോഗിച്ചിരിക്കുന്നു, പ്ലേയിങ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നു. എന്നാൽ ദേ എന്ന സബ്ജക്റ്റ് എടുക്കുമ്പോൾ, ദേ, യു, വി ഇതെല്ലാം എടുക്കുമ്പോൾ ഇതെല്ലാം തന്നെ പ്ലൂരൽ സബ്ജക്റ്റുകളാണ്, ബഹുവചന രൂപത്തിലുള്ള കർത്താവുകളാണ് ഇതെല്ലാം. അതിനാൽ ദേ ആർ പ്ലേയിങ് എന്നാണ് വേണ്ടത്. നേരത്തെ ഈസ് എന്ന് ഉപയോഗിച്ചു, ഇപ്പോൾ ആർ എന്ന് ഉപയോഗിക്കുന്നു. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ മറ്റൊരു നിയമമാണ് ഐ എന്ന സബ്ജക്റ്റ് വരുമ്പോൾ ഉണ്ടാകുന്നത്. ഐ ഈസ് എന്നോ ആർ എന്നോ ഉപയോഗിക്കാറില്ല. പകരം ഐ ആം പ്ലേയിങ് ക്രിക്കറ്റ് എന്നാണ് ഉപയോഗിക്കുന്നത്. ആം പ്ലസ് ING ആണ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഈസ് പ്ലസ് ING അല്ലെങ്കിൽ ആർ പ്ലസ് ING, അതുമല്ലെങ്കിൽ ഐ വരുമ്പോൾ ആം പ്ലസ് ING എന്നതാണ് ഇതിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. മറ്റെല്ലാ ടെൻസിലും നമ്മൾ പറഞ്ഞതുപോലെ സബ്ജക്റ്റിനനുസരിച്ച് സഹായക ക്രിയ മാറുന്നു. ഇവിടെ ഈസ് എന്നോ അല്ലെങ്കിൽ ആർ എന്നോ ആം എന്നോ ആയി മാറുന്നു. അതിനുശേഷം വെർബിൻ്റെ ING ഫോം ഉപയോഗിച്ചാൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഫോർമാറ്റായി. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അവൻ ക്രിക്കറ്റ് കളിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ്. ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നു, ചെയ്തുകൊണ്ടിരിക്കുന്നു, പോയിക്കൊണ്ടിരിക്കുന്നു എന്നെല്ലാം പറയുക. അവൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നു, അവൾ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നു, അവർ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നു. ഹി ഈസ്, ഷീ ഈസ്. എന്നാൽ ദേ ആർ, ഐ വരുമ്പോൾ ആം. ഇതിനെല്ലാത്തിനും ശേഷം വെർബിൻ്റെ ING ഫോം കൂടി ചേർത്താൽ
പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് പൂർത്തിയാവുകയാണ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എക്സാമിനേഷനുകളിൽ വരുമ്പോൾ ചില ഹിൻഡു വേർഡ്സ് ഈ ടെൻസിനോടൊപ്പം കാണാറുണ്ട്. ആ ഹിൻഡു വേർഡ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നൗ, ടുഡേ, സ്റ്റിൽ, അറ്റ് പ്രസൻറ്റ്, അറ്റ് ദിസ് മൊമെൻറ്റ് പോലെയുള്ള വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കിവിടെ നോക്കാവുന്നതാണ്. ഐ ക്യാൻ മീറ്റ് യു ടുമാറോ ആഫ്റ്റർനൂൺ. ഐ ഡാഷ് നൗ. ഇവിടെ ശ്രദ്ധിക്കുക, നൗ എന്ന ആ ഹിൻഡു വേർഡ് അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നൗ റെഡ് ഇതിൽ കാണുന്നതാണ്, കണ്ടില്ലേ? നൗ എന്ന ഹിൻഡു വേർഡ് ഇവിടെ കൊടുത്തിരിക്കുന്നു. നൗ എന്ന ഈ ഹിൻഡു വേർഡ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസ് ആണ് എന്ന്. ഐ ക്യാൻ മീറ്റ് യു ടുമാറോ ആഫ്റ്റർനൂൺ. ഐ ആം പ്ലേയിങ് ടെന്നീസ് നൗ എന്നതാണ് ഇതിൻ്റെ ആൻസർ. ഐ ആം പ്ലേയിങ് ടെന്നീസ് എന്നാണ് ഇവിടെ വരേണ്ടത്. അടുത്ത ചോദ്യം നോക്കുക. വി കനോട്ട് ഗോ ഔട്ട് നൗ ബിക്കോസ് ഇറ്റ് ഡാഷ് വിൽ ബി റെയിനിങ്, വാസ് റെയിനിങ്, ഈസ് റെയിനിങ്, ഹാസ് ബീൻ റെയിനിങ്. ഇവിടെ ഉത്തരത്തിലേക്ക് എത്താൻ നമ്മളെ സഹായിക്കുന്ന ഹിൻഡു വേർഡാണ് നൗ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് എന്നത്, ഇത് എന്നത് സിംഗുലർ സബ്ജക്റ്റാണ്. അതുകൊണ്ട് അതിൻ്റെ ആൻസർ ഇറ്റ് ഈസ് റെയിനിങ് എന്നാണ് വരേണ്ടത്. ഇറ്റ് ഈസ് റെയിനിങ് എന്നതാണ് ഇതിൻ്റെ ആൻസറായി നമുക്ക് കൊടുക്കാവുന്നത്. നൗ എന്ന ഹിൻഡു വേർഡ് ഇവിടെയുണ്ട് എന്നുകൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തത് ദ ചൈൽഡ് ഡാഷ് അറ്റ് ദിസ് മൊമെൻറ്റ്. ഇവിടെയും ഹിൻഡു വേർഡായി നമുക്ക് കാണാവുന്നത് അറ്റ് ദിസ് മൊമെൻറ്റ് എന്ന ഈ ഒരു ഹിൻഡു വേർഡ് ഇതിൻ്റെ ആൻസറിലേക്ക് നമ്മളെ എത്തിക്കും. എങ്ങനെയാണ് എത്തിക്കുന്നത്? അറ്റ് ദിസ് മൊമെൻറ്റ് എന്ന ഈ ഒരു പ്രയോഗം പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് ഉപയോഗിക്കുക എന്ന് കുറച്ച് നേരത്തെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ദ ചൈൽഡ് എന്ന സബ്ജക്റ്റ് സിംഗുലറാണ്. അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ വരേണ്ടത് സിംഗുലർ സബ്ജക്റ്റിനോടൊപ്പം ഈസ് സ്ലീപ്പിംഗ് എന്നാണ് വരേണ്ടത്. ദ ചൈൽഡ് ഈസ് സ്ലീപ്പിംഗ് അറ്റ് ദിസ് മൊമെൻറ്റ് എന്നാണ് നമുക്കിവിടെ ഉപയോഗിക്കേണ്ടത്. നേരെ മറിച്ച് ദ ചിൽഡ്രൻ എന്നായിരുന്നു എങ്കിൽ, ദി ചിൽഡ്രൻ എന്ന് ആയിരുന്നു എങ്കിൽ ആർ സ്ലീപ്പിംഗ് എന്ന് നമുക്ക് ഉപയോഗിക്കാമായിരുന്നു. എന്നാൽ ദി ചൈൽഡ് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ള സബ്ജക്റ്റ്. അതുകൊണ്ട് തന്നെ ഈസ് സ്ലീപ്പിംഗ് ആണ് ഇതിൻ്റെ ആൻസറായി നമുക്ക് കൊടുക്കാവുന്ന എക്സാക്റ്റ് അതിൻ്റെ യൂസേജ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്ത ക്ലാസ്സുകളിൽ കൂടുതൽ ടെൻസിൻ്റെ ബാക്കി വരുന്ന ഭാഗങ്ങളെല്ലാം തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവരും ഈ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുക. ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കാണുക, ഷെയർ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടെൻസുമായി കാണാം. Till then, bye.